കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ സൗണ്ട് ഭയങ്കര ചെറുതാണ് കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ആർക്കും കേൾക്കില്ല. പിന്നെ കഥ വയ്ക്കുമ്പോൾ പറയാനുണ്ടോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിള്ളേർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന മൈക്ക് എടുത്തിട്ട് അടിച്ച് മാറ്റി പോന്നിട്ടുണ്ട്. ഇനി അവരെ കണ്ണുപെടുന്നത് വരെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇത്തിരി സൗണ്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നയനം വായിച്ച് തുടങ്ങാം. നയനം ഭാഗം 14. 3 നിലയുള്ള സൂപ്പർ മാർക്കറ്റിന് മുമ്പിലെ പാർക്കിങ്ങിൽ അർജുൻ കാർ നിർത്തി. നേരം ഇരുട്ടിത്തുടങ്ങിയിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ സാമാന്യം തിരക്കുണ്ട്. സാധനങ്ങൾ വാങ്ങാനും സാധനങ്ങൾ വാങ്ങിയും ഇറങ്ങുന്ന ആളുകളുടെ ഒരു കൂട്ടം തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലുണ്ട്. അർജുൻ കാറിലിരുന്ന് എല്ലാം ഒന്ന് വീക്ഷിച്ചു. അവൻ്റെ മിഴികൾ എന്തോ ഓർത്ത് തിരയും പോലെ കാറിൻ്റെ ഡാഷ്ബോർഡിലെ ഗ്ലൗസ് ബോക്സിൽ നോട്ടമെത്തി. ഗ്ലൗ ബോക്സിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മൂക്കും വായയും കെട്ടി ഡോർ തുറന്ന് ശരവേഗത്തിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൻ മുന്നോട്ട് കുതിച്ചു. മാർക്കറ്റിൻ്റെ മൂലയിൽ നിരത്തിവെച്ച ട്രോളികളിൽ നിന്നൊരെണ്ണം എടുത്തു. നിരത്തിവെച്ച സാധനങ്ങൾ നോക്കിക്കൊണ്ട് ട്രോളി തള്ളി അർജുൻ മുന്നോട്ട് നടന്നു. ലേഡീസ് സെക്ഷനിലെ റാക്കുകളിൽ കണ്ണുകൾ ഓടി നടന്നു. റാക്കിൽ കണ്ട സാനിറ്ററി പാഡ് ഒരെണ്ണം കയ്യിലെടുത്ത് ട്രോളിയിലേക്കിട്ടു. അവൻ ഇഷ്ടപ്പെട്ട 2-3 സോഫ്റ്റ് ഡ്രിങ്ക്സും ആ ട്രോളിയിലേക്ക് അവൻ ഇട്ടിരുന്നു. ബില്ലിംഗ് സെക്ഷനിലേക്ക് ട്രോളിയും തള്ളിപ്പോകുന്നതിനിടയിൽ റാക്കിലിരിക്കുന്ന ഹോട്ട് ബാഗ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതും കൂടെ ട്രോളിയിലേക്ക് ഇട്ടുകൊണ്ട് ബില്ലിംഗ് സെക്ഷനിലെത്തി. സാധനങ്ങൾ വാങ്ങാൻ പോയ അർജുൻ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. ആ വീട്ടിൽ എവിടെയും വെളിച്ചവും ഇട്ടിട്ടില്ല. അടിനാഭിയിലെ വേദന വീണ്ടും കലശലായി തുടങ്ങിയതും ഉറക്കം മുറിഞ്ഞതും നയന കണ്ണു തുറന്നു. വേദന ശമിപ്പിക്കാൻ ഒരു ടാബ്ലറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയോർത്ത് അവളുടെ നെഞ്ചം വിങ്ങി. വേദന സഹിച്ചുകൊണ്ട് പല്ലും ചുണ്ടും കൂട്ടി കടിച്ച് നയന പതിയെ എഴുന്നേറ്റു. എങ്ങും ഇരുട്ടാണ്. ചുറ്റും നിശബ്ദമാണ്. ഫാൻ കറങ്ങുന്ന ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കുന്നില്ല. നയന ഇരുട്ട് തപ്പി ഹാളിലെത്തി. ഭിത്തിയിൽ സ്ഥാപിച്ച സ്വിച്ച് ബോർഡിൽ തൊട്ടു ഹാളിലെ ലൈറ്റുകളൊക്കെ ഓണാക്കി. അവൾ ഓരോ സ്വിച്ച് ഇടുമ്പോഴും സിറ്റ് ഔട്ടിലെയും മുറ്റത്തെയും ലൈറ്റുകൾ ഓണാക്കി പോയിരുന്നു. അടുക്കള വാതിൽ തുറന്ന് തപ്പിപ്പിടിച്ച് അവിടെയും വെട്ടം തെളിയിച്ചു. വേദന കുറക്കാൻ വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കി തരുന്നൊരു ഒറ്റമൂലിയുണ്ട് മനസ്സിൽ. പാനിൽ വെള്ളം നിറച്ചു സ്റ്റവിൻ്റെ മുകളിൽ വെച്ചു. ലൈറ്റർ കത്തിച്ചു സ്റ്റവ് ഓണാക്കി. അതിലേക്ക് ഇടേണ്ട ചേരുവകൾ തിരിയുന്നതിനിടെ മുൻവശത്തെ വാതിൽ തുറന്നു വരുന്ന ശബ്ദം കേട്ട് അവളൊന്ന് ഭയന്നു. നയന വേഗം അടുക്കള വാതിൽക്കൽ വന്ന് എത്തി നോക്കി. കയ്യിലൊരു വലിയ കവർ കൊണ്ട് അർജുൻ വന്നു. അവൻ്റെ മുഖം പാതി മറച്ചതുകൊണ്ട് അവൾക്ക് ആദിയായി. ആ കവർ അവൾക്ക് കൊടുത്തതും മുഖത്തെ കർച്ചീഫ് അവൻ അഴിച്ചെടുത്തു. ഇനി താൻ കുക്കിംഗ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഫുഡ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇങ്ങെത്തും, അവളെ നോക്കി പറഞ്ഞു അർജുൻ സ്റ്റെയർ കയറിപ്പോയി. നയന ആ കവറെടുത്തു സ്ലാബിന് മുകളിൽ വെച്ചു. അതിനുള്ളിലെ സാധനങ്ങൾ ഓരോന്നായി പുറത്തെടുത്ത് വെച്ചു. സാനിറ്ററി പാഡിന് താഴെ കിടക്കുന്ന ഹോട്ട് ബാഗ് കണ്ട് അവളുടെ കണ്ണുകൾ മിഴിച്ചുപോയി. അവൾ ഏറ്റവും ആഗ്രഹിച്ച, ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ഉപകാരമായിരുന്നേനെ എന്ന് മനസ്സിൽ ചിന്തിച്ച ഒരു വസ്തു മുമ്പിൽ കണ്ടതിൻ്റെ ആശ്ചര്യം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. മിഴികളിൽ മിഴിനീരും ചൊടിയിൽ പുഞ്ചിരുമായി അവൾ ആ ഹോട്ട് ബാഗ് കയ്യിലെടുത്തു പൊതിഞ്ഞു പിടിച്ചു നെഞ്ചോരം ചേർത്തു. വീണ്ടും അടുക്കള വാതിൽക്കൽ വന്ന് അർജുൻ പോയ വഴിയെ നോക്കി നിന്നു. മത്തായി ഗൗതമിൻ്റെ ക്യാബിനിലേക്ക് തിടുക്കപ്പെട്ട് ഓടി വന്നു. ആ മുമ്പിലിരിക്കുന്ന ചെയറിൽ ചാടിയിരുന്നു മത്തായി. 4 ദിവസത്തെ സുഖവാസത്തിന് ശേഷമേ നമ്മുടെ മുതലാളി തിരിച്ചെത്തിയിട്ടുണ്ട്. കാലുമേക്കാൽ കയറ്റി കയ്യിൽ ലൈറ്റർ കറക്കി പുച്ഛഭാവത്തോടെ മത്തായി പറയുന്നത് കേൾക്കെ ലാപ്പിൽ നിന്നും കണ്ണെടുക്കാതെ ഗൗതം ചുണ്ടൊരു വശത്തേക്ക് വരുത്തിക്കൊണ്ട് വ്യർത്ഥമായി ചിരിച്ചു. ലീവിന് കാരണം ചോദിച്ചപ്പോൾ പറയാ നടുവേദനയായിരുന്നുവെന്ന്. 4 ദിവസത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഭവിഷ്യത്തുകളാവും. ഗൗതം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ
പറയാൻ മത്തായിക്ക് ആവേശമായി. ഞാൻ എന്തിനാ അവനെ പേടിക്കണം? അവൻ്റെ തന്തയേക്കാൾ പ്രായമുണ്ട് എനിക്ക്. ഞാൻ അവനെ ഓശാനിച്ച് നിൽക്കേണ്ട കാര്യമെന്താണ്? നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാൻ ആ ശിവനെ ഈ വിവരമൊന്നും അറിയിക്കാഞ്ഞത്. നീ എന്താടാ, ഞാൻ പറയുന്നത് വല്ലതും കേട്ടോ? ഈ പെട്ടിയിൽ മാന്തിക്കൊണ്ടിരിക്കാതെ ഇങ്ങോട്ടൊന്ന് നോക്കടാ. കീബോർഡിൽ കൈവച്ചവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് മത്തായി അമർഷം തീർത്തു. നിങ്ങൾക്കേ പ്രായത്തിൻ്റെ ഫ്രസ്ട്രേഷനാ. അത്രക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ നിങ്ങൾ പോയി പറ അവൻ്റെ തന്തയോട്. മകൻ ഇവിടെ ഒരു പെണ്ണിനെയും കൊണ്ട് നടപ്പാണെന്നും പറഞ്ഞ് അയാൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്. അതോടെ നിങ്ങളെ ചീട്ട് അവൻ കീറിത്തരും. ജോലി മുടക്കിയതിൻ്റെ അമർഷം ഗൗതം തിരിച്ചും തീർത്തു. ഉത്തരം മുട്ടി തലകുനിച്ചിരിക്കുന്ന മത്തായിയുടെ അരികിലെ ചെയറിൽ ഗൗതം വന്നിരുന്നു. പ്രതീക്ഷയൊക്കെ നശിച്ചിരിക്കുകയാണ് അയാൾ. എൻ്റെ മത്തായിച്ചോ, അവനെ ശിക്ഷിക്കാൻ അയാൾക്ക് എന്തുണ്ട് യോഗ്യത? ഇനിയിപ്പോൾ തള്ളയെ അറിയിക്കാമെന്ന് വെച്ചാൽ അവരും ലോകപ്പഴ. മത്തായിച്ചൻ ആ കണ്ണടച്ചേ. ഗൗതം അയാളുടെ മുഖം ഇരുകരങ്ങൾ കൊണ്ട് ഉയർത്തി നിർബന്ധിച്ചു കണ്ണടപ്പിച്ചു. വല്ലതും കാണുന്നുണ്ടോ? ഇത്രയുള്ള കാര്യം. കണ്ണ് തുറന്നു നോക്കുന്ന മത്തായിയെ നോക്കി ഗൗതം പറഞ്ഞു. നിങ്ങളിൽ പാപം ചെയ്യാത്തവരെന്നെ കല്ലെറിയട്ടെ എന്നവൻ പറഞ്ഞാ നമ്മുടെയൊക്കെ അവസ്ഥ എൻ്റെ ആശാനേ. നെഞ്ചിൽ കൈകൊണ്ടിടിച്ചു ഗൗതം പറയുന്നത് കേട്ട് മത്തായി ആ വലിയ വയർ കുലുക്കി ചിരിച്ചു. നയന ക്ലാസ് റൂം ഡോറിൻ്റെ അരികിൽ വന്ന് നിന്നതും അധ്യാപിക ക്ലാസ് റൂമിൻ്റെ ഭിത്തിയിൽ സ്ഥാപിച്ച ക്ലോക്കിലേക്ക് നോക്കിയ ശേഷം നയനയെ കണ്ണുരുട്ടി നോക്കി. അകത്തേക്ക് കയറാൻ അനുവാദം കൊടുത്തെങ്കിലും നേരം വൈകി വന്നതിൻ്റെ സകല അമർഷവും അവരുടെ മുഖത്ത് കാണാമായിരുന്നു. മുഖം താഴ്ത്തി കൂട്ടുകാരുടെ മുമ്പിലൂടെ പോകുമ്പോൾ ചാളിയതേക്കാൾ അവളെ അലോസരപ്പെടുത്തിയത് അപമാനമായിരുന്നു. ആ കോളേജിൽ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും ഉത്തരവാദിത്വമുള്ള ഒരേയൊരു അധ്യാപികയാണ് മിസ് അഡോണ. അതുകൊണ്ട് തന്നെ ഒരാഴ്ച ലീവ് എടുത്തതിൻ്റെ കാരണം തിരക്കിക്കൊണ്ട് ഒരു ഉപദേശം അവരിൽ നിന്നും നയന ഉറപ്പായും പ്രതീക്ഷിച്ചു. ഈ അവർ കഴിഞ്ഞ് നയന എൻ്റെ ഡെസ്കിലേക്കൊന്ന് വരണം. അവളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കും മുമ്പേ അധ്യാപിക അഡോണയുടെ ഉത്തരവും വന്നിരുന്നു. അവരോട് പതിയെ തലയാട്ടിക്കൊണ്ട് നയന നേഹയെയും റിമയെയും നോക്കിയതും രണ്ടുപേരും ഒരുപോലെ മുഖം തിരിച്ചു കളഞ്ഞു. ഇതിനേക്കാൾ വലിയ അവഗണനയാണ് താൻ അവർക്ക് കൊടുത്തതെന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ അവഗണന കണ്ട് നയനയുടെ ഉള്ളു പിടഞ്ഞു. അഡോണ ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കൂടെ തന്നെ നയനയും അവർക്കൊപ്പം പോയി. അവരുടെ ഓരോ ചോദ്യത്തിനും തക്കതായ ഉത്തരങ്ങൾ അവളുടെ കയ്യിലുണ്ടായിരുന്നു. ചില കള്ളങ്ങളും ചില സത്യങ്ങളും അവൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് ഉപയോഗിച്ചു. അനിയത്തിയുടെ സർജറി നടന്നുവെന്നും അവളെ നോക്കാനും പരിചരിക്കാൻ നാട്ടിൽ പോയി എന്നൊക്കെ അവൾ ആ ടീച്ചറെ പറഞ്ഞു പറ്റിച്ചു. കള്ളം പറയുമ്പോൾ ഉള്ളു പൊള്ളുകയും കയ്യും കാലും നാവും വിറക്കുന്ന നയനയ്ക്കിപ്പോൾ ഒരു പതർച്ചയുമില്ലാതെ കണ്ണിൽ നോക്കി കള്ളം പറയാൻ കഴിയും. എല്ലാതും സധൈര്യം നേരിടാൻ കഴിഞ്ഞേ പറ്റൂ. അങ്ങനെ ഒരുത്തനാണ് അവളുടെ കൂടെയുള്ളത്. അയൺ ലേഡി ആയേ മതിയാകൂ എന്ന ബോധ്യം നല്ലോണമുണ്ട്. പക്ഷെ പലപ്പോഴും പതറിപ്പോകുന്നു എന്നതാണ് സത്യം. നയന ക്ലാസ് കഴിഞ്ഞ് ബാഗ് തോളിലേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി. വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ റിമയും നേഹയും അവൾക്ക് മുമ്പേ നടക്കുന്നുണ്ട്. റിമ! നയന നീട്ടി വിളിച്ചു. അവളെ കണ്ടിട്ടും കാണാതെ പോകുന്ന കൂട്ടുകാരികളുടെ പിറകെ ധൃതിയിൽ അവൾ നടന്നു. നേഹ! റിമ! അവൾ തന്നെ കണ്ടിട്ടുണ്ടെന്ന് നയനക്കും അറിയാം. ഓടിച്ചെന്ന് ആദ്യം കിട്ടിയ കൈകളിൽ നയന മുറുകെ പിടിച്ചു. നേഹ! നയന പ്രതീക്ഷയോടെ ആ കൈകളിൽ അവളുടെ നെഞ്ചിന് നേരെ വലിച്ചു. നീ ഞങ്ങളങ്ങനെ വിളിക്കരുത്. ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ല. നേഹ വെറുപ്പോടെ ശ്രമപ്പെട്ടു അവളുടെ കൈക്കുള്ളിൽ നിന്നും തൻ്റെ കൈകളെ സ്വതന്ത്രമാക്കി. റിമ വാ. നേഹ അന്തിച്ചു നിൽക്കുന്നവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. നയന വിടാതെ അവർക്കൊപ്പം തന്നെ ഓടി. സത്യങ്ങൾ അവരെ അറിയിച്ചു തന്നിലേക്ക് അവരെ ചേർക്കാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. കോളേജ് ഗേറ്റ് കടന്ന് റിമയും നേഹയും ഒരുപോലെ കോളേജ് മതിലിനോട് ചേർന്ന മരച്ചുവട്ടിൽ നിന്നു. ആ മരച്ചുവട്ടിലാണ് നേഹയുടെ സ്കൂട്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നേഹയുടെ സ്കൂട്ടി കണ്ടപ്പോൾ നയനയ്ക്ക് അവരുടെ കൂടെ ഫ്ലാറ്റിലേക്ക് പോകാൻ മോഹമായി. ആ നാളുകളായിരുന്നു ഈ ബാംഗ്ലൂർ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചതെന്ന് അവൾക്ക് തോന്നി. മൂകമായി നിരാശ നിറഞ്ഞ മുഖഭാവത്തോടെ അവർക്ക് പിറകിൽ നിൽക്കുന്നവളെ ഇരുവരും തിരിഞ്ഞു നോക്കി. നീ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല നയന.
നീ പോലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത്ര കന്നിയായോ ഞങ്ങൾ നിനക്ക്? ദീർഘമായൊന്ന് നിശ്വസിച്ചതിന് ശേഷം നേഹ അവൾക്ക് മുഖാമുഖമായി നിന്നു. നീ സൂസൻ ചേച്ചി ചലിപ്പിക്കുന്നതിനനുസരിച്ച് തുള്ളുന്ന അവരുടെ കളിപ്പാവയല്ലേ? നേഹ പറയുന്നത് കേട്ട് കണ്ണീരോടെ മെയ് ഉയർത്തിയവൾ കണ്ടു വെറുപ്പോടെ അവളിൽ നിന്നും മുഖം തിരിക്കുന്ന റിമയെ. ഇങ്ങനെയൊന്നും പറയല്ലേ നേഹ. നയന മുഖം പൊത്തി കരഞ്ഞു. അവളുടെ ഹൃദയം വ്യഥയാൽ ആടി ഉലഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ദുഃഖമൊന്ന് ഒതുക്കട്ടെ, റിമയും അവൾക്ക് നേരെ ആക്രോശിച്ചു. ചോദിച്ച പൈസ കിട്ടുമെന്ന് സൂസൻ ചേച്ചി പറഞ്ഞപ്പോൾ ഞാനും കൂട്ടുനിന്ന് പോയതാ. നയന പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ ഇരുവരും പരസ്പരം നോക്കി. പൈസയോ? കോളേജിൽ ഫീ പോലും കൊടുക്കാനില്ലാത്ത നിനക്ക് എന്തിനാണിപ്പോൾ പൈസ? നേഹ ഒറ്റപ്പുരികം ഉയർത്തി ചോദിച്ചു. കുഞ്ഞു മോളുടെ സർജറിയൊക്കെ കഴിഞ്ഞു. അവളുടെ ചികിത്സക്കും മറ്റും 10 ലക്ഷം രൂപ തന്നു സഹായിച്ചത് അർജുൻ സാറാ. ഞാനിപ്പോൾ ആ സാറിൻ്റെ കൂടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. എൻ്റെ അനിയത്തിയെ രക്ഷിച്ചതിന് പ്രതിഫലമായി എന്നെ 1 വർഷത്തേക്ക് അയാൾക്ക് വിറ്റു. നയനയുടെ വാക്കുകൾ കേട്ട് ഇരുവരും തരിച്ചുപോയി. നയനയാകട്ടെ മറ്റേതോ ലോകത്ത് നിന്ന് പറയും പോലെ ഇമ വെട്ടാതെ ഒരു യന്ത്രം പോലെ നിൽക്കുകയാണ്. ജീവനുണ്ടെന്നറിയുന്നത് തന്നെ ആ കണ്ണുകളിൽ നിന്നുള്ള മെഴുനീർ കാണുമ്പോൾ മാത്രമാണ്. ചെയ്യുന്നത് ശരിയോ തെറ്റോ ഒന്നും ചിന്തിക്കുന്നില്ല ഞാൻ. പക്ഷേ ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതം. ഒരു മനം പോലെ ഒരുമിച്ച് താമസിച്ചിട്ടും ഇത്രയും കോലാഹലങ്ങൾ നടന്നത് തങ്ങളെ അറിയിക്കാത്ത സൂസനോട് അവർക്ക് വെറുപ്പ് തോന്നി. നയനയുടെ തോളിലെ ബാഗിൽ കിടന്ന ഫോൺ റിങ് ചെയ്തതും 3 പേരും ഒരുപോലെ ഞെട്ടി. വിടർന്ന മിഴികളോടെ തൻ്റെ കൂടെ ഞെട്ടി നിൽക്കുന്നവരെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് നയന ആ ബാഗ് തോളിൽ നിന്ന് എടുത്ത് സിബ് തുറന്ന് റിങ് ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. ഫോൺ തിരഞ്ഞെടുത്തുകൊണ്ട് നയന അവരിൽ നിന്ന് അല്പം മാറി നിന്നു. ഫോണിൽ അർജുൻ്റെ പേര് കണ്ടതും അവളുടെ കൈകൾ വിറച്ചു, തൊണ്ട വറ്റി വരണ്ടു. എന്തിനീ ഭയമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നിന്റെ അടുത്ത് കാണുന്ന കാറിൽ കയറ്. ഫോൺ കാതോരം വെച്ചതും അർജുൻ്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം അവളുടെ കാതിൽ വന്നെത്തി. അവളൊന്ന് മൂളിയെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ആ കോൾ കട്ടായിരുന്നു. അവൾ ഫോൺ ബാഗിലേക്ക് തന്നെ തിരിച്ചു വെച്ചു. ആ റോഡിനപ്പുറം അവൻ്റെ കാർ ഉണ്ടോയെന്ന് പോലും നോക്കും മുമ്പേ അവൾ റോഡിലേക്ക് ഇറങ്ങി. നയന, നീ പോകുവാണോ? നേഹയുടെ ചോദ്യം കാതിൽ കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. മുന്നോട്ട് വെച്ച് കാലും മുന്നോട്ട്. റോഡിൻ്റെ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങളെയൊന്നും ശ്രദ്ധിക്കാതെ അവൾ റോഡ് മുറിച്ച് കടക്കാൻ തുടങ്ങി. മനസ്സ് ഏതേതോ ലോകത്ത് ചേക്കേറിപ്പോയി. ആദി കയറി കണ്ണുകളിൽ ഇരുട്ടും കയറിപ്പോയി. ചുറ്റുമുള്ള വാഹനങ്ങളുടെ നിർത്താതെയുള്ള ഹോണടി കേൾക്കാം. സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചു. കുറച്ചകലിൽ നിൽക്കുന്ന നയനയുടെ പ്രവൃത്തികൾ കണ്ട് രസിച്ചിരുന്ന കണ്ണുകൾ അവൾ ഒന്നും നോക്കാതെ റോഡിലേക്ക് ഇറങ്ങിയത് തൊട്ട് നിശ്ചലമായി. കൂളിംഗ് ഗ്ലാസ് ഊരി കയ്യിൽ പിടിച്ചു. അവൻ ഇരുപ്പുറക്കാതെ ഗ്ലാസ്സിലൂടെ മിഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇറങ്ങിയോടി അവളുടെ കൈ പിടിക്കണമെന്നുണ്ട്. പക്ഷെ ആളുകൾ അവനെ തിരിച്ചു അറിയുമെന്ന ഭയം അവനെ പിടിച്ചിരുത്തി. നയന, സൂക്ഷിച്ച്! അപ്പുറത്തു നിന്ന് ആക്രോശിക്കുന്ന കൂട്ടുകാരികളുടെ ശബ്ദം കേട്ട ഭാഗത്തേക്കും അവൻ്റെ നോട്ടമെത്തി. നേഹയും റിമയും റോഡിൻ്റെ പാതി എത്തി. വണ്ടി നിർത്തി അവളെ കന്നഡയിൽ തെറി വിളിച്ചിട്ട് പോകുന്നവരുമുണ്ട്. അർജുൻ ഡോർ തുറന്നെങ്കിലും പുറത്തേക്ക് ഇറങ്ങാതെ ഡോറിൽ കൈവച്ചങ്ങനെ ഇരുന്നു. മറുപുറം എത്താൻ 2 അടി ബാക്കി നിൽക്കെ അതിവേഗതയിൽ വന്ന ഒരു ട്രക്ക് അവളെ ഫുട്പാത്തിലേക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ആ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്നവരും റോഡിലൂടെ നടന്നു പോകുന്നവരും യാത്രക്കാരും സ്തംഭിച്ചങ്ങനെ നിന്നു. നയന! മുന്നിൽ കണ്ട കാഴ്ചയുടെ നടുക്ക വിടും മുമ്പേ അർജുൻ ആർത്തുലച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ഓടി അടുത്തിരുന്നു. തുടരും. നയനക്കൊന്നും പറ്റാണ്ടിരിക്കട്ടെ അല്ലേ? ഈ ഒരു ഇൻസിഡൻറ്റ് അവരുടെ സ്നേഹത്തിനൊരു വളമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കഥ ഇഷ്ടമാകുന്നുണ്ടോ? ശബ്ദം കുളമായോ? മൈക്ക് കുളമാക്കിയോ? എന്തായാലും നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ കമൻസ് എന്ത് രീതിയിലായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. എപ്പോഴും അത് തന്നെ പറയുന്നു. നിങ്ങളെനിക്ക് ചെയ്തതിൻ്റെ ഒരു സഹായം എന്താണെന്ന് വെച്ചാൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരോടും നന്ദി. താങ്ക് യു.